എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മുന്തിരി വൈനാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനുള്ള മുന്തിരി ഇവിടെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ജ്യൂസ് അടിക്കുന്ന മുന്തിരിയില്ലേ, ആ മുന്തിരിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. 1.5 കിലോ മുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജ്യൂസ് അടിക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതിന്റെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ബ്ലാക്ക് കളറിലുമാണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരി. അപ്പൊ ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ മുന്തിരിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മുന്തിരി എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഞവടി പിഴിഞ്ഞെടുക്കണം. കണ്ടോ, ഇതേപോലെ നന്നായിട്ടൊന്ന് അങ്ങ് പീച്ചു കൂട്ടുക എന്ന് പറയില്ലേ, അപ്പൊ അതേപോലെ നന്നായിട്ടൊന്ന് നമുക്ക് പീച്ചു കൂട്ടാം. ഓക്കെ, നമ്മളിവിടെ വീട്ടിൽ പീച്ച് കൂട്ടാന്ന് പറയും, നന്നായിട്ട് ഉടച്ചെടുക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് അങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചേട്ടന്റെ സ്പെഷ്യൽ മുന്തിരി വൈനാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ടൗണിൽ പോയപ്പം ഒരു ഭരണി വാങ്ങിച്ചിരുന്നു. ഇത് 5 ലിറ്ററിന്റെ ഭരണിയാണ്, 10-ാം നമ്പർ ഭരണിയാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് കഴുകി വെള്ളം നിറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഭരണിക്ക് പലയിടത്തും പല റേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഭരണി നമ്മൾ വാങ്ങിച്ചത് 350 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഭരണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടോ, ഗോതമ്പാണ്. അപ്പൊ ഗോതമ്പ് ഒരു 50 ഗ്രാം ഗോതമ്പ് വേണം കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പൊ ഇതിവിടെ 1.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പട്ട വേണം, 8 ഗ്രാമ്പു, 10 ഏലക്കായ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വൈൻ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് ഞവടി വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിയിലേക്ക് ഈ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ഗ്രാമ്പു, ഏലക്കായ, കറുകപ്പട്ട, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ലിറ്റർ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളവും കൂടി ചേർത്തപ്പോൾ ഈ പാത്രം ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പൊ ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനായിട്ട് വെക്കാം. നമ്മളിത് തയ്യാറാക്കിയത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നിനി ഇത് ചൂടാറി കിട്ടൂല, കാരണം കട്ടിയുള്ളതല്ലേ. അപ്പൊ ഇത് ചൂടാറാനായിട്ട് ഒത്തിരി സമയം എടുക്കും. നമ്മളിത് നേരെ അടുക്കളയിലേക്ക് മാറ്റി വെച്ചിരുന്നു. നന്നായിട്ട് നേരം വെളുത്തിട്ടും ഇതിന്റെ ചൂട് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് നന്നായിട്ട് ചൂടാറി കിട്ടിയത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റ് ആണ് കേട്ടോ. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ് എടുത്തത്. അപ്പൊ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ റിയാക്ഷനൊക്കെ നടന്നിരിക്കുന്ന ഈസ്റ്റ് ആണ് കേട്ടോ അത്. ഇനി നമ്മൾ ഭരണിയിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഭരണി നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ. വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഭരണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഈസ്റ്റ് ആണ് ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതേ ഈസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂടാറിയ മുന്തിരി അതിനകത്തേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മൾ ഉറുമ്പൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി വെച്ചതാണ്. രാത്രിയാവുമ്പം അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തുറന്നിരുന്ന് കഴിഞ്ഞാൽ വല്ല വലിയൊക്കെ വീഴില്ല, അതുകൊണ്ട് തുണി വെച്ച് അടച്ചു വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഭരണിയിലേക്ക് ആ മുന്തിരിനെ പകർത്താം. ഇപ്പൊ തന്നെ നോക്കിക്കേ, നല്ല കളറല്ലേന്ന്. ഉണ്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർത്തത്. ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി വെക്കണം. ഇതൊരു 10 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇത് എന്താ പറയാ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വൈനാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഭരണിയിലേക്ക് എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണി അടച്ചു വെക്കാം.
പിന്നെ അതിൻ്റെ മുകളിലൊരു തുണി കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം, ഈച്ചയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും. നമ്മളിങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു തുണിയും കൂടി ഇട്ട് നമുക്കിങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കാം. ഇങ്ങനെ ഒരാഴ്ച ഇരിക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നനഞ്ഞ കയ്യിൽ കൊണ്ട് ഒരിക്കലും ഇളക്കരുത്. നനവൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കണ തവി കൊണ്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട്. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അരിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അരിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറല്ലേ നോക്കിക്കേ. ഇനി നമുക്കിത് കുപ്പികളിലേക്ക് ആക്കാം കേട്ടോ. അപ്പൊ കുറേ ചില്ലിന്റെ കുപ്പികൾ നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ചില്ലിന്റെ കുപ്പികൾ. വൈൻ എപ്പോഴും ചില്ലിന്റെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കുപ്പികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെക്കാണ്. അപ്പൊ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ വൈൻ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള വൈനാണ്. നല്ല കളർ തന്നെ കണ്ടോ, നല്ല മുന്തിരി ജ്യൂസാണ് കേട്ടോ. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് പറയാവേ. നല്ല സൂപ്പർ വൈനാണ് കേട്ടോ. അതിനകത്ത് ഭയങ്കര ലഹരിയില്ല. കാരണം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു, അതായത് ഒരാഴ്ചക്കുള്ളിൽ എടുത്തുകൊണ്ട് അത്രയ്ക്ക് ഭയങ്കര ലഹരിയില്ല. പക്ഷെ ഇത് ഇരിക്കും തോറും ഇതിനകത്തേക്ക് ചെറിയ ലഹരി വന്നു തുടങ്ങും കേട്ടോ. നല്ല ഗ്യാസൊക്കെ ഫോം ചെയ്ത് വരും. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് അത്ര ലഹരിയായിട്ട് തോന്നാത്തത്. കാരണം ഇതിപ്പോ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെയാണ്, നല്ല മധുരമുണ്ട്. ഇനി മധുരം ഇത്രയും ആവശ്യമില്ല എങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ടാൽ മതിയായിരിക്കും കേട്ടോ. ഇതിപ്പോ കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ വൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ യാതൊരുവിധ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചിലർ പറയും വൈനൊക്കെ കഴിക്കുമ്പോൾ ചെറിയ കയ്പ്പൊക്കെ വേണമെന്ന്. അങ്ങനെ കയ്പ്പ് രസമൊന്നും ഇല്ല കേട്ടോ. ഇതിന് കുറേ ദിവസം കഴിയുമ്പോൾ ഇതിന് മധുരം അല്പം കുറയും. അപ്പൊ ചെറിയൊരു ലഹരിയിലേക്ക് എത്തും കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മുന്തിരി വൈൻ്റെ വിശേഷം. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.